my YouTube channel. I am Archana, Assistant Professor, Department of Civil Engineering, Jyoti Engineering College, Thrissur. Today we will see CET 309 Construction Technology and Management, Part 1. First of all, we will go through scheduling. Construction scheduling is a graphical representation which shows the phasing rate of construction activities with the starting and completion dates. Sequential relationship among the various activities or operations in a project so that can be carried out in an orderly and effective manner. So, construction schedule എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ആ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്തൊക്കെയാണ് നമുക്ക് പ്രസന്റ് ചെയ്യാൻ കിട്ടുന്നത്? റേറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് വിത്ത് ദി സ്റ്റാർട്ടിംഗ് ആൻഡ് കംപ്ലീഷൻ ഡേറ്റ് എന്ന ആ പ്രോജക്റ്റിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ ആക്ടിവിറ്റി എന്ന് സ്റ്റാർട്ട് ചെയ്യും അതിന്റെ കംപ്ലീറ്റിംഗ് ഡേറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കിട്ടും. അതുപോലെ ആ സീക്വൻഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വേരിയസ് ആക്ടിവിറ്റീസ് ഓർ ഓപ്പറേഷൻ ഇൻ എ പ്രോജക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് ഓർഡർലി ആൻഡ് ഇഫക്റ്റീവ് മാനറിലായിരിക്കണം. നമുക്ക് സൗകര്യപ്പെടുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. ആ സീക്വൻഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത് ഓർഡർ പരമായിരിക്കണം. അതായത് ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ എടുക്കുകയാണെങ്കിൽ എർത്ത് വർക്ക് അല്ലെങ്കിൽ എക്സാമ്പിൾ സൈറ്റ് ക്ലിയറിംഗ്, എർത്ത് വർക്ക്, ഫൗണ്ടേഷൻ ആ ഒരു ഓർഡറിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത് നമുക്ക് പോകേണ്ടത്. അല്ലാതെ റൂഫ് സ്ലാബ്, കോളം, ബീം അങ്ങനെ നമുക്ക് ഷഫിൾ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സീക്വൻഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഷെഡ്യൂളിങ്ങിന്റെ ഡെഫിനിഷനിൽ പറയുന്നത്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെഡ്യൂളിംഗ്. ഷെഡ്യൂളിങ്ങിനെ മെറ്റീരിയൽ ഷെഡ്യൂളിംഗ്, ലേബർ ഷെഡ്യൂളിംഗ്, ഇക്വിപ്മെന്റ് ഷെഡ്യൂളിംഗ്, ഫിനാൻഷ്യൽ ഷെഡ്യൂളിംഗ്, അതർ ടൈപ്സ് ഓഫ് ഷെഡ്യൂളിംഗ് എന്ന് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന വീഡിയോസിൽ നോക്കാം. നമുക്കിപ്പം മെത്തേഡ്സ് ഓഫ് ഷെഡ്യൂളിംഗ് നോക്കാം. എങ്ങനെയാണ് നമുക്ക് ഷെഡ്യൂളിംഗ് ചെയ്യാൻ പറ്റുക? ബാർ ചാർട്ട് ഓർ ഗാൺ ചാർട്ട്, മൈൽ സ്റ്റോൺ ചാർട്ട്, നെറ്റ്വർക്ക് അനാലിസിസ്, ഇതൊക്കെയാണ് ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ഇൻ ഷെഡ്യൂളിംഗ്. അതിലെ ഫസ്റ്റ് ബാർ ചാർട്ട് ഓർ ഗാൺ ചാർട്ട് ആണ്. ഇറ്റ് ഈസ് എ പിക്ചറിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഡെവലപ്ഡ് ബൈ ഹെൻറി ഗാണ്ട് ഇൻ 1900 AD. ഹെൻറി ഗാണ്ട് ബാർ ചാർട്ട് കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഗാൺ ചാർട്ട് എന്നൊന്നും കൂടെ എഴുതിയിരിക്കുന്നത്, അതിന് വേറൊരു പേര് ഇട്ടേക്കുന്നത്. ഇറ്റ് ഈസ് എ 2 കോർഡിനേറ്റഡ് ആക്സിസ്. ഈ ബാർ ചാർട്ട് അല്ലെങ്കിൽ ഗാൺ ചാർട്ടിന് 2 ആക്സിസ് ആണുള്ളത്. 2 ഡയമെൻഷനിലാണ് എക്സ് ആക്സും വൈ ആക്സും. വൺ റെപ്രസെന്റേഷൻ ഇത് ടൈം ലാപ്സ്. എക്സ് ആക്സിൽ എന്ത് ചെയ്യും, ടൈം ഡ്യൂറേഷൻ നമ്മൾ പ്രസന്റ് ചെയ്യും. വൈ ആക്സിസിൽ ജോബ്സ് ഓർ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നത് നമ്മൾ പ്രസന്റ് ചെയ്യും. അപ്പൊ എക്സിൽ ടൈമും വൈയിൽ ജോബും അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബാർ ചാർട്ടിൽ പ്രസന്റ് ചെയ്യുന്നത്. പർട്ടിക്കുലറി ആക്ടിവിറ്റി റെപ്രസെന്റ് ബൈ എ ബാർ ഈസ് വെരി ലോങ്, ദ ഡീറ്റെയിൽസ് വിൽ ബി ലാക്കിംഗ്. ആക്ടിവിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് ബാർ ലോങ് ആണെങ്കിൽ, അത് ഡ്യൂറേഷൻ വളരെ കൂടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ പല ഡീറ്റെയിൽസും എന്തായിരിക്കും ബാർ ചാർട്ടിൽ ഉണ്ടാവാൻ, മീൻസ് പലതും മിസ്സായി പോകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, സോ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ബാർ ചാർട്ട്? യൂസ് ഓൺലി ഫോർ സ്മോൾ പ്രോജക്ട്സ്. ചെറിയ പ്രോജക്റ്റിന് മാത്രമേ ബാർ ചാർട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഡസ് നോട്ട് ഷോസ് ദ ഇന്റർഡിപെൻഡൻസി ബിറ്റ്വീൻ ദ വേരിയസ് ആക്ടിവിറ്റീസ് ഇൻ ദ പ്രോജക്റ്റ്. പ്രോജക്റ്റിൽ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് കാണും, അത് തമ്മിലുള്ള ഡിപെൻഡൻസി എന്ത് ചെയ്യില്ല ഈ ബാർ ചാർട്ടിൽ കാണിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് ബാർ ചാർട്ടിൽ നമുക്ക് മനസ്സിലാവില്ല. ദ പ്രോഗ്രസ് ഓഫ് ദി വർക്ക് ഇൻ ദ പ്രോജക്ട് കനോട്ട് ബി മോണിറ്റേർഡ് സയന്റിഫിക്കലി. ഒരു പ്രോജക്റ്റിന് പ്രോഗ്രസ് കാണണം. നമ്മൾ പ്രോഗ്രസ് പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ വർക്ക് കംപ്ലീറ്റ് ആവുന്നത് നല്ല രീതിയിലാണോ അല്ലെങ്കിൽ കറക്റ്റ് ടൈമിലൊക്കെ കംപ്ലീറ്റ് ചെയ്യുമോ ഇല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ബാർ ചാർട്ടിൽ എന്തില്ല, പ്രോഗ്രസ് ഓഫ് ദി വർക്കിന്റെ പ്രോജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സയന്റിഫിക്കലി മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. ഡിലേസ് ഇൻ ദ വർക്ക് കനോട്ട് ബി ഡിക്റ്റേറ്റഡ്. ഒരു പ്രോജക്റ്റിൽ ഒരു ആക്ടിവിറ്റിക്ക് എന്തെങ്കിലും ഡിലേ വന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്കിന് ഡിലേ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബാർ ചാർട്ടിൽ ആ ഒരു ഡിലേ ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ദ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് ദി പ്രോജക്റ്റ്. പ്രോജക്റ്റിൽ കുറേ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് വരാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. സോ ആ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇന്ന ആക്ടിവിറ്റി ക്രിട്ടിക്കൽ ആണെന്ന് ബാർ ചാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഗീവ്സ് സം ഐഡിയ അബൌട്ട് ദി ഫിസിക്കൽ പ്രോഗ്രസ് ഓഫ് ദി പ്രോജക്ട് ബട്ട് ദ ഫിനാൻഷ്യൽ ആസ്പെക്ട് ഇൻവോൾവ്ഡ് ഈസ് നോട്ട് നോൺ. ഒരു ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ഐഡിയ നമുക്ക് കിട്ടുന്നില്ലെങ്കിലും ചെറിയൊരു ഐഡിയ കിട്ടും, ഫിസിക്കൽ പ്രോഗ്രസ് എങ്ങനെയാണ് ആ പ്രോജക്റ്റ് എന്ന് മനസ്സിലാവും. പക്ഷേ ഒരു വേഗമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുറച്ച് ഐഡിയ നമുക്ക് കിട്ടുന്നുള്ളൂ. അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിനാൻഷ്യൽ ആസ്പെക്ട് എത്രമാത്രം ഇൻവോൾവ് ആയിട്ടാണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ആസ് എ കൺട്രോളിംഗ് ഡിവൈസ് ബൈ ദി പ്രോജക്ട് മാനേജർ ടു ടേക്ക് എനി ടൈംലി ആക്ഷൻ. ഒരു പ്രോജക്ട് മാനേജർക്ക് ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം. കൺട്രോൾ ഉണ്ടായാലും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിലെന്തെങ്കിലും പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്ത് കിട്ടിയാൽ മാത്രമേ ആൾക്ക് പ്രോജക്ട് മാനേജർക്ക് ടൈമിൽ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം കറക്റ്റ് ടൈമിൽ ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു പ്രോജക്റ്റിൽ എന്തൊക്കെ സംഭവിക്കണമെന്ന് എന്ത് ചെയ്യാൻ പറ്റണം, മനസ്സിലാവണം. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ബാർ ചാർട്ട് വെച്ചിട്ട് ഒരു പ്രോജക്ട് മാനേജർക്ക്
എന്തെങ്കിലും ഒരു ഡിലേയോ വല്ലതും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ടൈംലി ആക്ഷൻ എടുക്കാൻ പറ്റില്ല. ഇതാണ് ബാർ ചാർട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ബ്ലൂ കളേഴ്സിലുള്ള ബാർ ചാർട്ട് ബാർ അല്ല ബാർ ചാർട്ട്, ഈ റെഡ് ആണ് ഇതിന്റെ ബാർ ചാർട്ടിന്റെ ഇൻഡിക്കേഷൻ. ഞാൻ ജസ്റ്റ് ABCDEFG എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ജോബും 0 to 30 എന്ന് പറയുന്നത് ടൈമുമാണ്. ഞാൻ ഈ ബ്ലൂവും റെഡും കാണിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എന്നുള്ള ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ വേണ്ട ഡ്യൂറേഷൻ ഞാൻ 6 ആണ്. പക്ഷേ അത് തീർന്നിരിക്കുന്നത് എന്താണ്, അറൗണ്ട് 17 or 18 തീർന്നിരിക്കുന്നത്. സോ ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്മുടെ ഓരോ വർക്ക് സീക്വൻഷ്യൽ ഓർഡറിൽ അല്ലെങ്കിൽ ഓർഡർലി മാനുവലിലാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എല്ലാം 0 സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ തീരുന്നത് അറൗണ്ട് ഒരു 16 days തീരേണ്ട ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ബട്ട് ഓരോന്നും കംപ്ലീറ്റ് ആയാലേ അടുത്തത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് ലോജിക്കൽ മാനറിൽ നമ്മൾ എന്ത് ചെയ്തു ബാർ ചാർട്ടിൽ പ്രസന്റ് ചെയ്തുകൊണ്ടാണ് ലാസ്റ്റ് ആക്ടിവിറ്റി തീരാൻ അറൗണ്ട് 29 days ഒക്കെ നമുക്ക് വേണ്ടി വരുന്നത്. സോ ഈ റെഡ് കളറാണ് ബാർ ചാർട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് മൈൽസ്റ്റോൺ ചാർട്ട്. മോഡിഫിക്കേഷൻ ഓഫ് ദി ഒറിജിനൽ ബാർ ചാർട്ട് ആണ് മൈൽസ്റ്റോൺ ചാർട്ട്. ദ ആക്ടിവിറ്റി ഈസ് ബ്രോക്കൺ ഇൻ ദി നമ്പർ ഓഫ് സബ് ആക്ടിവിറ്റീസ് ഓർ കീ ഇവന്റ്സ്. കീ ഇവന്റ്സ് ആയിട്ടും അല്ലെങ്കിൽ നമ്പർ ഓഫ് സബ് ആക്ടിവിറ്റീസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആക്ടിവിറ്റിയെ ഒരു മേജർ ആക്ടിവിറ്റിയെ സബ് ആക്ടിവിറ്റീസ് ആയിട്ട് എന്തിട്ടുണ്ട് മൈൽസ്റ്റോൺ ചാർട്ടിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് മൈൽസ്റ്റോൺ ചാർട്ട്. എഗൈൻ Y ആക്സിൽ ജോബും X ആക്സിൽ ടൈം തന്നെയാണ് മൈൽസ്റ്റോൺ ചാർട്ടിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ എന്താണ് ലിമിറ്റേഷൻസ് ഓഫ് മൈൽസ്റ്റോൺ ചാർട്ട്? ഇറ്റ് ഡസ് നോട്ട് ക്ലിയർലി ഷോസ് ദ ഇന്റർഡിപെൻഡൻസീസ് ബിറ്റ്വീൻ ദ ഈവന്റ്സ്. ഈവന്റ്സ് തമ്മിലുള്ള ഡിപെൻഡൻസി എന്ത് ചെയ്യുന്നില്ല, മൈൽസ്റ്റോൺ ചാർട്ടിൽ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല, കാണിക്കുന്നില്ല. The events are in chronological but not logical sequence. ലോജിക്കലിയും സീക്വൻഷ്യലിയും അല്ല എന്ത് ചെയ്തത് പല ഈവന്റ്സും മൈൽസ്റ്റോൺ ചാർട്ടിൽ പ്രസന്റ് ചെയ്യുന്നത്. The next topic is work breakdown structure. The process of breaking the project into easily identifiable major systems, their subsystems and discrete activities is called work breakdown structure. The major project is first identified in terms of its end items, then split into systems, subsystems, then their components and elements. So, work breakdown structure എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്തിട്ടുണ്ട് മേജർ സിസ്റ്റം ആയിട്ടും ആ മേജർ സിസ്റ്റത്തിന് സബ് സിസ്റ്റംസ് ആയിട്ടും അതിന്റെ ഡിസ്ക്രീറ്റ് ആക്ടിവിറ്റീസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രസന്റ് ചെയ്യുന്നത്. സോ ഒരു മേജർ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിസ്റ്റം ഏതാണെന്ന് അല്ലെങ്കിൽ ഏതാണ് ആ മേജർ സിസ്റ്റം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ മേജർ സിസ്റ്റത്തിനെ നമ്മൾ സിസ്റ്റമായിട്ട് ആദ്യം സബ് ഡിവൈഡ് ചെയ്യും. അതിന് തൊട്ട് താഴെയുള്ളത് സബ് സിസ്റ്റംസ് ആവും, അതിന് താഴെയുള്ളത് കമ്പോണൻസ് ആവും, ലാസ്റ്റ് എലമെന്റ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ബ്രേക്ക് ചെയ്യും. ഇതാണ് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചറിന്റെ ഒരു ഫ്ലോ ചാർട്ട്. ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോജക്റ്റ് ഒബ്ജക്റ്റീവ് സ്പെസിഫൈഡ് ഇൻ ടേംസ് ഇൻ എൻഡ് ഐറ്റംസിനെ സിസ്റ്റമായിട്ട് ആദ്യം ഡിവൈഡ് ചെയ്തു, ഓരോ സിസ്റ്റത്തിനെയും സബ് സിസ്റ്റമായിട്ട് വീണ്ടും സബ് ഡിവൈഡ് ചെയ്തു, ആ സബ് സിസ്റ്റത്തിനെ എഗെയിൻ കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, കമ്പോണൻസ് എലമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. സോ ഇതൊരു വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചറിന്റെ ഒരു ഫ്ലോ ചാർട്ടാണ്. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്താണെന്ന് വേണമെങ്കിൽ നോക്കാം. കോൺക്രീറ്റിംഗ് വർക്ക് ഫോർ ദി റൂഫ് സ്ലാബ്, അതായത് ഒരു പ്രോജക്റ്റിന്റെ ഒരു പാർട്ടാണ് കോൺക്രീറ്റിംഗ്. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എടുത്താൽ കോൺക്രീറ്റിംഗ് ഓഫ് ദി റൂഫ് സ്ലാബ് എന്നത് ഒരു എന്താണ്, നമുക്ക് വേണമെങ്കിൽ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞ സാധനത്തിന് ബിൽഡിങ്ങിന്റെ ഒരു കോൺക്രീറ്റിംഗ് ഒരു സിസ്റ്റമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു സബ് സിസ്റ്റമായിട്ട് വേണമെങ്കിൽ കോൺക്രീറ്റിംഗ് ഫോർ ദി റൂഫ് സ്ലാബ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ കമ്പോണൻസ് വരുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ എലമെന്റ്സ് വരുന്നുണ്ട് നോക്കാം. എറക്ഷൻ ഓഫ് ഫോം വർക്ക് എറക്ട് ചെയ്യണം, ബാർ ബെൻഡ് ചെയ്യണം. ഫോം വർക്ക് എറക്ട് ചെയ്ത് ബാർ ബെൻഡിങ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ ബാറിനെ കൊണ്ടുവന്ന് ഫോം വർക്കിൽ പ്ലേസ് ചെയ്യും. സോ ആ പ്ലേസിങ് കഴിഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് പോർ ചെയ്യും. കോൺക്രീറ്റിംഗ് കഴിഞ്ഞ് 24 മണിക്കൂറായി നമ്മൾ ക്യൂറിങ് ചെയ്യും. പ്രോപ്പർ ക്യൂറിങ് കഴിഞ്ഞാൽ 28 days ക്യൂറിങ് ഒക്കെ കഴിഞ്ഞാൽ സ്ട്രെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വെതറിങ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യും, വെതർ പ്രൂഫ് കോഴ്സ് എന്നുള്ള ലെയർ നമ്മളൊരു പെയിന്റ് പോലത്തെ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും അപ്ലൈ ചെയ്യും. ഇതാണ് കോൺക്രീറ്റിംഗ് ഫോർ ദ റൂഫ് സ്ലാബിന്റെ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ. ഒരു ഐറ്റത്തിന്റെയാണ് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.